ഹലോ ഫ്രണ്ട്സ്, പൈപ്പ് പൊട്ടി. സ്വാഭാവികമായിട്ടും ഇത് നന്നാക്കണം. ഞാൻ ഒരുപാട് തവണ നന്നാക്കിയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നുമില്ല, ബട്ട് ഐ എം ഗോയിങ് ടു ട്രൈ. അപ്പോൾ അതിൻ്റെ ആദ്യ ഘട്ടമായിട്ട് ആ പൊട്ടിയ ഭാഗത്ത് നിന്ന് കട്ട് ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇനി നമ്മൾ ടി ഷേപ്പ് പൈപ്പ് വെച്ചിട്ട് അത് കണക്ട് ചെയ്യാൻ പോകണം. ആയിട്ടാണ് പൊട്ടിയിട്ടുള്ളത്. അപ്പോൾ പണി അറിയുന്ന ആളുകൾ ഇത് കാണുമ്പോൾ വിചാരിക്കും എന്ത് തേങ്ങയാണ് അവൻ കാണിക്കണം എന്നുള്ളത്. ഇതെല്ലാം ഒരു പഠിപ്പുതാണ്. ഇതിങ്ങനെ പഠിച്ച് റെഡിയായി വരുന്നല്ലേ. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യാൻ പോകണം. ഈ ഹോൾസിലേക്കുള്ള പൈപ്പാണ് ഈ കട്ട് ചെയ്യുന്നത്. ഇനി ലെങ്ത്ത് നോക്കിയിട്ട് ഇവിടെ ഒരു ലെങ്ത്തിൽ കട്ട് ചെയ്യണം. അപ്പോൾ അത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ലെങ്ത്തിൽ കട്ട് ചെയ്ത് കൊടുത്ത് ഞാൻ കണക്ടർ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ തീ വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഉരുക്കിയിട്ട് വേണം കയറ്റാൻ. അപ്പോൾ ഇനി അവിടെ നന്നായിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ നോക്കി കൊടുത്തിട്ട് അവിടെ ഇപ്പം നമ്മൾ ഒരുക്കി വെച്ച സാധനം ജോയിൻറ്റ് കറക്റ്റ് അല്ലെന്ന് നോക്കുക. ഇപ്പോൾ ജോയിൻറ്റ് കറക്റ്റാണ്. ഇനി ലെങ്ത്തും കൂടെ നോക്കി അത് കട്ട് ചെയ്തിട്ട് ബാക്കിയൊക്കെ പശ തേച്ചിട്ട് ജോയിൻറ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. ഇനി ആ പൈപ്പിൽ ഒന്ന് നിൽക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് കളഞ്ഞിട്ട് തുടച്ച് വൃത്തിയാക്കി അവിടെ പശ തേച്ചിട്ട് വേണം ജോയിൻറ്റ് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പോൾ അത് സെറ്റാവും. അത് ഇവിടെ സെറ്റായി കഴിഞ്ഞു. ഇനി അകത്ത് നമ്മൾ ഫസ്റ്റ് സെറ്റാക്കി വെച്ച പൈപ്പിൻ്റെ പോർഷൻസും കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതുകൂടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി പകുതി കഴിഞ്ഞു. പിന്നെ അതേപോലെ തന്നെ ഷവറിൻ്റെ പൈപ്പ് അതിലേക്കാണ് വരുന്നത്. അപ്പോൾ അതും കൂടെ അതിൽ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഓക്കെ, അത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.